70 വർഷങ്ങൾ പിന്നോട്ടു പോകുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കാലഘട്ടം. ജനമനസ്സുകളിൽ ആവേശവും ആശങ്കയും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന ദിനരാത്രങ്ങൾ. ധീരദേശാഭിമാനികളുടെ ചങ്കുറപ്പിൻ്റെയും ഇന്ത്യൻ ജനതയുടെ സമരവീര്യത്തിൻ്റെയും ഫലമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പക്കൽ നിന്നും ഭരണച്ചെങ്കോൽ ഇന്ത്യ പിടിച്ചുവാങ്ങുന്നു. ലോക ജനതയുടെ തന്നെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സമയം 1946-47 കാലഘട്ടം. അന്ന് പേരോ പുകഴ്ചയോ ലക്ഷ്യമാക്കാതെ ചില സഹോദരിമാർ പരിശുദ്ധാത്മ പ്രേരണയിലും പ്രാർത്ഥനയുടെ പിൻബലത്തിലും തൃശൂർ ജില്ലയിലെ ചേലക്കോട്ടുകരയിൽ ആരംഭിച്ച ഒരു എളിയ ശുശ്രൂഷയുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. സകല മാനവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിനെ സമർപ്പിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനും സ്തോത്രത്തിനുമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ നേർക്കാഴ്ചകൾ ഒരുക്കുന്ന വൈവിധ്യമാർന്ന നിറങ്ങളിലുള്ള വൃക്ഷലതാദികൾ നിറഞ്ഞ പൂങ്കാവനങ്ങളും പച്ചപ്പട്ട് വിരിച്ച പുൽമൈതാനങ്ങളും ഈ സൗന്ദര്യ തികവിന് മാറ്റേകുവാൻ അടുക്കും ചിട്ടയുമായി നിർമ്മിച്ച രമ്യ മനോഹര ഗ്രഹങ്ങളും മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങളും മോട്ടോർ വാഹനങ്ങളും, അങ്ങനെ സാമാന്യം ഭേദപ്പെട്ട ജീവിത നിലവാരമുള്ള ന്യൂസിലൻഡ്. അത്തരമൊരു രാജ്യവുമായി താരതമ്യത്തിന് പോലും ഇടയില്ലാത്ത നാട്ടിടവഴികളും ഓലമേഞ്ഞ കൂരകളും നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്ന അർദ്ധവസ്ത്രധാരികളായ ജനങ്ങളും നിറഞ്ഞ കേരള തീരത്താണ് അന്ന് അവർ വന്നിറങ്ങിയത്. മിസ് ഈഡിത്ത് സി വാലസ് 1932 ന്യൂസിലൻഡിൽ നിന്നും ഏതാണ്ട് ഒരു മാസക്കാലത്തെ ദുരിതം നിറഞ്ഞ കപ്പൽ യാത്രയുടെ ഒടുവിൽ ഈ കേരളത്തിൽ വന്നിറങ്ങിയപ്പോൾ അവരുടെ മനസ്സ് നിറയെ സേവന മനോഭാവവും സുവിശേഷ താൽപ്പര്യവുമായിരുന്നു. വാലസ് മിസ്സി നിർവഹിച്ചിരുന്ന മഹത്തായ ശുശ്രൂഷകൾക്ക് ഇന്ന് ചുമൽ കൊടുക്കുന്നത് മിസ് പി എൻ ട്രഷർ. അതെ, വാലസ് മിസ്സിയുടെ ഓർമ്മകളുമായി നമ്മുടെ പ്രിയപ്പെട്ട മമ്മി ചില വാക്കുകൾ നമ്മോട്. ഞാൻ വാലസ് മിസ്സിനെ പറ്റി സംസാരിക്കുന്നത് വളരെ ഇഷ്ടമുണ്ട്. കാരണം ഞാൻ മിസ്സിയോട് കൂടെ 25 വർഷത്തോളം ഇരുന്നു. അവൾ ചിലപ്പോൾ എന്നോട് പറയും, നീ ജനിച്ചതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നു. അവൾ 1932 ഇന്ത്യയിലേക്ക് വന്നത്. അതുകൊണ്ട് നല്ല പരിചയമുണ്ടായിരുന്നു, ഭാഷ നന്നായി അറിഞ്ഞു. എല്ലാ വിധത്തിൽ അവൾ എന്നെ സഹായിച്ചു, പഠിപ്പിച്ചു, കാത്തു സൂക്ഷിച്ചു. ഞാൻ ആദ്യം വന്നപ്പോൾ സുഖമുണ്ടായിരുന്നില്ല. എന്നാൽ മിസ്സി എന്നെ നന്നായി നോക്കി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവരെ നോക്കുന്നത്. അവൾ അനേകരെ ശുശ്രൂഷിച്ചു. രോഗികളെ ശുശ്രൂഷിക്കാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു. സ്വന്തം കാര്യം ഒന്നും ചിന്തിക്കാതെ അവൾ മറ്റുള്ളവരെ നോക്കി. അവൾ എല്ലായ്പ്പോഴും ഗ്രാമങ്ങളിലേക്ക് വീടുകളിലേക്ക് പോകാൻ ആശിച്ചു. ആ വിധത്തിലാണ് അവൾ അച്ചായ് ടീച്ചറോട് കൂടെ ചേലക്കോട്ടുകര സൺഡേ സ്കൂൾ ആരംഭിച്ചത്. ഞാൻ വന്നപ്പോൾ നല്ല സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു. 200 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. വർഷം തോറും നല്ല ആനിവേഴ്സറി ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ആദ്യം ഉറപ്പുകളാണ് കൊടുത്തത് പ്രൈസസ് ആയിട്ട്. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ദിവസം തോറും പ്രാർത്ഥിച്ചു. അവളുടെ ഒരു പ്രാർത്ഥന ചേലക്കോട്ട് സൺഡേ സ്കൂൾ മുഖാന്തരം ഒരു സഭ അവിടെ ഉണ്ടാകണം. സഭയായി മുഖാന്തരം എന്ന് ഇല്ലെങ്കിലും അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇപ്പോൾ എത്ര നല്ലൊരു സഭയും ഇപ്പോഴും സൺഡേ സ്കൂളും ചേലക്കോട്ടുകര നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഓർത്തതും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രഹബോത്ത് ഓർഫനേജിൻ്റെ ചുമതലകൾ വഹിക്കവേ തന്നെ എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും യേശുവിനെ അറിയണമെന്നും അവരെ നാടിൻ്റെ ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കണമെന്ന ചിന്തയും ആ മനസ്സിൽ അങ്കുരിച്ചു. 1945-46 കാലഘട്ടം. അക്കാലത്തെ നെല്ലിക്കുന്ന് RGLP സ്കൂളിലെ ടീച്ചർമാർ സ്കൂളിലെ കുട്ടികളുടെ വീടുകൾ സന്ദർശിക്കുക ഒരു പതിവായിരുന്നു. ആ നാളുകളിലെ ഓർമ്മകൾ
പങ്കുവയ്ക്കുന്നതിനായി അന്നത്തെ പ്രധാനാധ്യാപികയായിരുന്ന അച്ചായി ടീച്ചറുടെ മകൻ ബ്രദർ സാമുവേൽ തമ്പി. ഞങ്ങളുടെ അമ്മച്ചി അച്ചായി ടീച്ചർ അവരുടെ ആദ്യകാല സഹപ്രവർത്തകരായ ലേയ ചാലിശ്ശേരി തിമോത്തി സഹോദരൻ്റെ ഇളയമ്മയായ മാർത്ത സഹോദരി, MP ഗോട്ടി സഹോദരൻ്റെ ഒരു സഹോദരി MP തങ്കമ്മ, KC മാർത്ത, KC ലൂസി, ഈ സഹോദരിമാരുടെ എല്ലാം കൂടെ ആരംഭിച്ച ഒരു വലിയ ശുശ്രൂഷയാണ് ഇന്ന് നാം കാണുന്ന ചേലക്കോട്ട സൺഡേ സ്കൂൾ. അമ്മച്ചിയുടെ ആദ്യകാല അനുഭവങ്ങളിൽ ഈ RG സ്കൂളിൻ്റെ ആരംഭകാലത്ത് ആ ഭാഗങ്ങളിൽ നിന്നുണ്ടായിരുന്ന കുട്ടികളുടെ ഭവനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ആ നിലയിൽ അവരുമായിട്ട് സംസാരിക്കുന്നതിനും ദൈവവചനം അവരുമായിട്ട് പങ്കുവയ്ക്കുന്നതിനും ഒക്കെ ഇടയായിട്ടുള്ളത്. അമ്മച്ചിയോടൊപ്പം ആ സ്കൂളിൻ്റെ വാർഷികത്തിനും മറ്റും പോയിട്ടുള്ള ചെറിയ അനുഭവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ സൺഡേ സ്കൂളുകൾ എന്ന് പറയുന്നത് നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ നടത്തുന്ന സൺഡേ സ്കൂളുകളാണ്. ചേലക്കോട്ടുകരയിൽ അങ്ങനെയുള്ളൊരു അനുഭവമല്ല. പ്രത്യുത സൺഡേ സ്കൂളാണ് ആദ്യം ആരംഭിക്കുന്നത്, തുടർന്നാണ് അവിടെ സഭ ഉണ്ടാകുവാനും ഒക്കെ ഇടയായിട്ടുള്ളത്. ആത്മാവിൽ എരിയുന്ന സുവിശേഷ തീനാളവുമായി വാലസ് മിസ്സി ചേലക്കോട്ടുകര സൺഡേ സ്കൂളിനെ തൻ്റെ ചുമലിൽ വഹിക്കുവാൻ തയ്യാറായി. ചേലക്കോട്ടുകര കെയ്ക്കോ റോഡിൽ ഇന്നത്തെ ബ്രദറൻ ചർച്ചിൻ്റെ സമീപത്ത് അന്ന് താമസിച്ചിരുന്ന കുടുംബം അവരുടെ പുരയിടത്തിൽ ആദ്യ സൺഡേ സ്കൂൾ ആരംഭിക്കുവാൻ അനുവാദം നൽകി എന്ന കാര്യം അന്നത്തെ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്ന തങ്കേച്ചിയിൽ നിന്ന് അറിയുവാൻ കഴിഞ്ഞു. അപ്പോൾ കുര്യകോടം വേലായിരുന്നു അന്ന്. അവിടുന്ന് പിന്നെ ഇവിടെ ഷെഡൊക്കെ കെട്ടി വെറുതെ ഇതൊക്കെ. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനം പഠിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച അവർ തൻ്റെ 86-ാം വയസ്സിലും 91-ാം സങ്കീർത്തനം മനപ്പാടം ഉരുവിട്ടത് ഞങ്ങളെ തെല്ലൊന്ന് അത്ഭുതപ്പെടുത്തി. അധ്വാനത്തിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവന്റെ സങ്കേതവും കോട്ടയും. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ചേലക്കോട്ടുകര കെയ്ക്കോ റോഡിലെ ഒരു ഹൈന്ദവ ഭവനത്തിൻ്റെ വരാന്തയിൽ ആരംഭിച്ച സൺഡേ സ്കൂൾ വളരുകയായിരുന്നു. ആ നാളുകളിൽ വാലസ് മിസ്സി നിശ്ചയദാർഢ്യത്തോടെ ഒരു തീരുമാനമെടുത്തു. തൻ്റെ കുടുംബത്തിൽ നിന്നും ഷെയറായി ലഭിച്ച തുക ഉപയോഗിച്ച് ചേലക്കോട്ടുകരയിൽ സൺഡേ സ്കൂളിന് വേണ്ടി ഒരു സ്ഥലം വാങ്ങുക. അതെ, അവർ അത് നടപ്പിലാക്കി. അവിടെ ഓലമേഞ്ഞ കൂരയിൽ ചാണകം മെഴുകിയ തറയിൽ കുട്ടികൾ പാട്ടുകൾ പാടി വചനം പഠിച്ചു. അന്ന് വാലസ് മിസ്സിയുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടു സഹോദരിയായ റേച്ചൽ ടീച്ചർ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അവിടുത്തെ ആ ഭാഗത്തെ കുട്ടികളെല്ലാവരും നെല്ലിക്കുന്ന് റഹബത്ത് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പഠിക്കുന്ന 3 ബാലികമാർ പഠിപ്പിച്ചിരുന്ന ഹെഡ് മിസ്ട്രസ് ആയിരുന്ന KC അച്ചായി ടീച്ചറിനോട് അവരുടെ വീട്ടിലേക്ക് ചെന്ന് ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഒരു വീടിൻ്റെ വരാന്തയിൽ അവർക്ക് സ്ഥലം തുറന്നു കിട്ടി. അവിടെ ഇരുന്ന് അവർ ക്ലാസ്സുകൾ തുടങ്ങി. ശനിയാഴ്ച തോറും അവിടെ പോകാറുണ്ട്. അവിടെ പോയി കുഞ്ഞുങ്ങൾ ഇവരുടെ കൂട്ടുകാരെല്ലാം ഓടി വന്ന് കൂടി ആ വരാന്ത നിറഞ്ഞു. സ്ഥലം പോരാതെയായി. കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി വചനം കേൾക്കുകയും വാക്യം പഠിക്കുകയും പാട്ട് പഠിക്കുകയും ചെയ്തു. ആ സമയത്ത് മിഷനറിയായി വന്ന വാലസ് മിസ്സിക്ക് അവരുടെ വീടിൻ്റെ ഒരു അവകാശം സ്വന്തമായി കിട്ടി. അത് ഉപയോഗിച്ച് മിസ്സി ഒരു സ്ഥലം വാങ്ങി. ആ സ്ഥലമാണ് ഇന്നും സൺഡേ സ്കൂളിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കെട്ടിടം പണിയാനുള്ള പണം വന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയ ഷെഡ് ഓലമേഞ്ഞ് ഒരുക്കി അതിൽ സൺഡേ സ്കൂള് ആരംഭിച്ചു. കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലം പോരാതെ വന്നപ്പോൾ ഈ കെട്ടിടം പിന്നെയും നന്നായി പണിയണമെന്നുള്ള ആഗ്രഹത്തിൽ ടീച്ചേഴ്സ് കൂടി പതിവായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം തക്ക സമയത്ത് അതിനുള്ള വഴികൾ ഒരുക്കി ഒരു ഹോള് അവിടെ ഉണ്ടാക്കി നന്നായ നിലയിൽ പണിതു. കുറേ കാലം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ച് 200-ൽ പരം കുട്ടികളായി. അപ്പോൾ ഈ കെട്ടിടം വലുതാക്കുവാനുള്ള വഴിയും ദൈവം കൊടുത്തു. ഒരു L ഷേപ്പിലുള്ള കെട്ടിടമാക്കി തീർത്തു. അത് ടീച്ചേഴ്സ് ക്ലാസ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പിരിഞ്ഞു പോരും. അതിലും ചില കുട്ടികൾ പങ്കെടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ കുട്ടികൾ പോകുള്ളൂ. കുട്ടികൾക്ക് സൺഡേ സ്കൂളിൽ വരാമെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമായിരുന്നു. സൺഡേ സ്കൂൾ വാർഷികത്തിനുള്ള സമ്മാനങ്ങൾ വാങ്ങുന്നതിനും മറ്റ് കാര്യങ്ങൾക്കുമുള്ള തുക ടീച്ചർമാർ കണ്ടെത്തിയിരുന്നത് തങ്ങളുടെ ചിലവുകളിൽ നിന്നും മിച്ചം പിടിച്ചായിരുന്നു എന്നുള്ളത് സ്തോത്രത്തിനായി ഓർപ്പിക്കട്ടെ. പ്രതിഫലേച്ച കൂടാതെയുള്ള അവരുടെ ഈ നിസ്വാർത്ഥ സേവനം ദൈവസന്നിധിയിൽ
എത്രയോ വിലപ്പെട്ടതാണ്. അവരുടെ ത്യാഗനിർഭരമായ പ്രവർത്തനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട ധാരാളം കുട്ടികൾ സസന്തോഷം ഈ സൺഡേ സ്കൂളിൽ കടന്നു വന്നു. അന്നത്തെ ഓർമ്മകളിൽ മറിയാമ്മ ടീച്ചർ: ഞാൻ അല്പകാലം മാത്രമാണ് അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. മിസ്സി എന്നെ അവിടെ ടീച്ചറായിട്ട് വിളിച്ച് ഞാനൊരു പദവിയായിട്ട് കണക്കാക്കുകയാണ്. ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് 200ഓളം കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് സൺഡേ സ്കൂളിലേക്ക് വരിക. സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ അത്ര സന്തോഷത്തിൽ അവർ കയറി വരും, പഠിക്കും. അതേ സമയത്ത് തന്നെ മിസ്സിക്ക് നല്ല ചിട്ടയും കണിശയും ഉണ്ടായിരുന്നു. മിസ്സി പറഞ്ഞാൽ അപ്പുറം നടക്കാൻ പാടില്ല. പായയിലായിരുന്നു കുട്ടികൾ ഇരുന്നിരുന്നത്. ആ പായ ശരിക്കും മടങ്ങി പോകുന്ന സമയത്ത് അതൊക്കെ നല്ല ചിട്ടയായിട്ട് മടക്കി വെച്ച ഓരോ ക്ലാസ്സുകാരും അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കണം. അങ്ങനെയായിരുന്നു മിസ്സിയുടെ. അതിൻ്റെ ആളി ഒരെണ്ണം പോലും തൊടാൻ പാടില്ല, അത് പോകാനും പാടില്ല. അത്ര കണിശായിരുന്നു മിസ്സിക്ക്. ആ കണിശൊക്കെ ടീച്ചർമാർക്കും പഠിക്കാനായിട്ട് സാധിച്ചു. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വനജ രക്ഷിക്കപ്പെടുന്നത്. 13ാമത്തെ വയസ്സിലാണ് അവൾ രക്ഷിക്കപ്പെട്ടത്. അന്നത്തെ 3 ദിവസത്തെ കൺവെൻഷനിൽ പൗലോസ് തുടിയനായിരുന്നു പ്രാസംഗികൻ. ആ സഹോദരൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് വനജ രക്ഷിക്കപ്പെട്ടത്. അതിനുശേഷം അവൾ സൺഡേ സ്കൂളിലും അന്ന് പഠിച്ചിരുന്നു. വനജ സഹോദരിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടപ്പോൾ അവരെ നേരിൽ കണ്ട് വിവരങ്ങൾ അറിയുവാനുള്ള ആഗ്രഹത്താൽ ഞങ്ങൾ അവരിപ്പോൾ താമസിക്കുന്ന കോയമ്പത്തൂരിലേക്ക് തിരിച്ചു. ഇനി നമുക്ക് ചില വാക്കുകൾ വനജ സഹോദരിയിൽ നിന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഗാന്ധിഗ്രാമം, തൃശ്ശൂർ ഗാന്ധിഗ്രാമം ഇടത്തിലാണ് ഞാൻ പിറന്നത്. അതിനുശേഷം സൺഡേ സ്കൂളിൽ പോകുന്നതിനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ 9ാമത് വയസ്സിൽ സൺഡേ സ്കൂളിൽ പോണത്. ഞാൻ സൺഡേ സ്കൂളിൽ വരാനായിട്ട് എനിക്കൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മോൻ സുരേഷ് എന്ന് പറയും. അവൻ എന്നെ, ഞാൻ ചോദിച്ചു അവൻ്റെ അടുത്ത്, മോനെ നീ എവിടെയും പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ അങ്ങനെ സൺഡേ സ്കൂളിൽ പോകണം ചേച്ചി, നിറയെ പ്രൈസ് കിടക്കുന്നു പറഞ്ഞിട്ട്. അപ്പം ഞാനും പറഞ്ഞു ഞാനും വരാൻ മോനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടേക്ക് ചെന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 13ാമത് വയസ്സിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. എന്തൊക്കെ കർത്താവ് വന്നാൽ നീയെ നിങ്ങൾ ദൈവസന്നിധിയിൽ പോകുമോ, കർത്താവിൻ്റെ മകളായിട്ട് പോകുമോ എന്ന് വിചാരിച്ചിട്ട് അവർ ആഹ്വാനം കൊടുത്തപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുകയും, അത് ഇന്നേക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും, എൻ്റെ ദൈവത്തിനെ ഞാൻ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നുണ്ട്. അന്നാണ് ഞാൻ എൻ്റെ ഉള്ളത്തിലുള്ളത് ദൈവത്തിന് ഒപ്പ് കൊടുത്തത്. ഒപ്പ് കൊടുത്തതിന് ശേഷം ഡേസ് ടീച്ചറും മലയാളം ടീച്ചറുടെ അടുത്തൊക്കെ അവിടെ എല്ലാ ബുധനാഴ്ചയും പ്രാർത്ഥന നൽകും. അപ്പോൾ പോയിട്ട് വരും വഴിക്ക് അവിടെ തന്നെ പ്രാർത്ഥനയ്ക്ക് പോയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരിക. AC മോള് വെച്ച് അങ്ങനെ തന്നെ എല്ലായിടത്തിലും ക്യാമറ കൂട്ടിയിട്ട് പോകും. ദൈവത്തെ പൂർണ്ണമായിട്ട് അറിഞ്ഞ് ദൈവത്തിന് സാക്ഷ്യം കൊടുത്ത് അതിനുശേഷം സ്നാനം എടുത്തു. സ്നാനത്തിലും ദൈവത്തിന് ഇത്ര നാളായിട്ടും കർത്താവിന് മഹത്വമുള്ളൊരു മകളായിട്ട് എനിക്ക് ജീവിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പലവിധமான പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അവിടെയും വലുവനായ ദൈവം എനിക്ക് നല്ലവനും വിശ്വസ്തനുമായിട്ട് എന്നെ വഴി നടത്തി. വേളയിലെ ഓടി വന്തീരെ കുറൈകളെല്ലാം തീർത്ത് പുതുവരൻ തന്തീരെ. വനജ സഹോദരിയെ ഞങ്ങൾ കാണുമ്പോൾ അവർ ശാരീരികമായ കടുത്ത വേദനയിലും മാനസിക സംഘർഷങ്ങളിലും ആയിരുന്നു. എന്നാൽ അവർ ക്രിസ്തുവിൽ പൂർണ്ണ സന്തോഷവതിയും ആത്മാവിൽ തീഷ്ണതയുള്ളവളുമായി കാണപ്പെട്ടത് ഞങ്ങളിൽ ആത്മീക ഉണർവുണ്ടാക്കി. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം കടുത്ത പ്രമേഹ രോഗിയായിരുന്ന അവരുടെ കാൽ മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു നീക്കി എന്ന വാർത്ത കേൾക്കുവാൻ ഇടയായി. ദൈവീക സമാധാനം അവരിൽ ആശ്വാസത്തിൻ്റെ തണൽ വിരിക്കേണ്ടതിന് നമുക്കവരെ പ്രാർത്ഥനയിൽ വഹിക്കാം. അന്ന് ഈ പ്രദേശത്തുണ്ടായിരുന്ന നാനാ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളിൽ പലരും ഈ സൺഡേ സ്കൂൾ മുഖാന്തരം കർത്താവിനെ അറിയുവാൻ ഇടയായിട്ടുണ്ട്. അവരിൽ പലരും വാലസ് മിസ്സിയുമായി ഹൃദ്യമായ ഒരു ബന്ധം പുലർത്തിയിരുന്നു. അത്തരം ഒരു സന്ദർഭം ഓർത്തെടുക്കുകയാണ് ചെല്ലക്കൊട്ടുകര സഭയിലെ ഒപ്പന്മാരിൽ ഒരാളായ ബ്രദർ PC ജോർജ്. വാളസ് മിസ്സി
മലയാളം നന്നായി പറയുമായിരുന്നു. പല ഭവനങ്ങളിൽ കയറി ചെല്ലുകയും ആ ഭവനങ്ങളിലെ അനേക കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ കടന്നു വരുവാനും ഇടയായിത്തീർന്നു. അങ്ങനെ വന്നിരുന്ന കുട്ടികളിൽ കമലം എന്ന് പറയുന്ന ഒരു യുവ സഹോദരിയും ഉണ്ടായിരുന്നു. ആ കുട്ടി രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. വോളസ് മിസ്സി മരിച്ചു എന്നുള്ളതായ വാർത്ത മനോരമ പേപ്പറിൽ പ്രിയ സഹോദരിയെ കാണിച്ചു കൊടുക്കുകയും തൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തനിക്ക് ഉണ്ടായിരിക്കുന്ന ആ പ്രയാസം മുഖാന്തരം പൊട്ടിക്കരയുകയും പ്രിയ വോളസ് മിസ്സിയും സഹോദരിയും സൺഡേ സ്കൂൾ കുട്ടികളുമായിട്ടുള്ളതായ ആ ബന്ധത്തെ തൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയും തന്നെ രക്ഷയിലേക്ക് നടത്തിയ ആ വോളസ് മിസ്സിയുടെ വേർപാട് തനിക്ക് അതിദുഃഖകരമായിരുന്നു. മിസ്സിയും കുട്ടികളുമായിട്ടുള്ള ആത്മാർത്ഥമായ ബന്ധം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരികയും ആ കാര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകുകയും ചെയ്തു. 1980 മിസ്സിക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ മുഖാന്തരം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഇന്ത്യൻ മണ്ണിൽ ലയിക്കുവാൻ കൊതിച്ച ആ വ്യക്തിത്വം ന്യൂസിലൻഡിലേക്ക് മടങ്ങിപ്പോയി. പോകുന്നതിന് മുൻപ് അവർ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്തു തീർത്തു. തൻ്റെ പേരിലുണ്ടായിരുന്ന ചേലക്കോട്ടുകരയിലെ സ്ഥലം അവർ സ്റ്റിവാർഡ് അസോസിയേഷൻ്റെ പേരിലേക്ക് മാറ്റി. സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതിന് വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്തത്. പിന്നീട് റേച്ചൽ ടീച്ചർ, മറിയാമ്മ ടീച്ചർ, ഡെയ്സി ടീച്ചർ, എൽസി ടീച്ചർ, ലയ ടീച്ചർ, ചിന്നമ്മ ടീച്ചർ, അങ്ങനെ നിരവധി അധ്യാപകരുടെ സഹകരണത്തിൽ ആ ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇന്ന് അവരിൽ പലരും കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നു. റേച്ചൽ ടീച്ചർ അവരിൽ ചിലരെ ഓർത്തെടുക്കുകയാണ്. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പി ചിന്നമ്മ ടീച്ചറിനെ പറ്റി ഈ സന്ദർഭത്തിൽ ഒരു വാക്ക് പറയാതെ ഇപ്പം നിവൃത്തിയില്ല. എല്ലാവിധത്തിലും വളരെ ഉത്സാഹത്തോടും വളരെ ചെറുവർക്കായിട്ട് സകല കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുവാൻ നന്നായി പങ്കെടുത്ത ടീച്ചറായിരുന്നു ചിന്നമ്മ. ഇന്ന് ചിന്നമ്മ ടീച്ചർ നിത്യത്തിൽ വിശ്രമിക്കുകയാണ്. ഇതുപോലെ നിത്യത്തിൽ വിശ്രമിക്കുന്ന മറ്റ് ടീച്ചേഴ്സും ഞങ്ങളോട് അധ്വാനിച്ചവർ ഉണ്ടായിരുന്നു. ഇന്ന് അവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവർ വിട്ടുപോയ വേലകൾ തികച്ച് പ്രവർത്തിക്കാൻ ദൈവം ആളുകളെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ചേലക്കോട്ടുകര സഭയിലെ സുവിശേഷകനും മൂപ്പന്മാരിൽ ഒരാളുമായ ബ്രദർ CJ മത്തായി അന്നത്തെ ശുശ്രൂഷകളെ ഓർത്തെടുക്കുന്നു. 1983 കാലഘട്ടം മുതൽ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ താമസിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ താമസിക്കുന്ന സന്ദർഭത്തിൽ സൺഡേ സ്കൂളിലെ എല്ലാ ആഴ്ചകളിലും അവിടെ സഹോദരിമാർ കടന്നു വരികയും ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തുമായിരുന്നു. എന്നാൽ അവിടെ പാട്ട് പഠിപ്പിക്കുക, ടീച്ചർമാർ ഏതെങ്കിലും ഒഴിവുണ്ടെങ്കിൽ അവരുടെ ക്ലാസ് എടുക്കുക, അതുപോലെ പൊതു ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ എടുക്കുക, ഇങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിൽ സഹോദരിമാർ എന്നെ വിളിക്കുകയും ആ നിലയിൽ ഞാൻ അവരെ സഹായിക്കുകയും ചെയ്തുമായിരുന്നു. കൂടാതെ ജനുവരി 2ാമത്തെ ആഴ്ച സൺഡേ സ്കൂൾ വാർഷികവും അതിനോടനുബന്ധിച്ച് 3-4 ദിവസത്തെ കൺവെൻഷനും അവിടെ ക്രമീകരിക്കുക പതിവായിരുന്നു. മൂലങ്ങളും ഏർപ്പായ സഹോദരനാണ് ആ യോഗങ്ങളുടെ ചുമതല പ്രധാനമായിട്ടും വഹിച്ചിരുന്നത്. ആ കൺവെൻഷൻ യോഗങ്ങളിലും പാട്ടുപാടുക, അതുപോലെയുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യുക എന്നതിലും ചുമതല വഹിക്കാൻ ദൈവം തന്നിട്ടുണ്ട്. ഇവിടെ പഠിച്ച അനേകർ ഇന്ന് രാജ്യത്തിനകത്തും പുറത്തും വിവിധ സ്ഥലങ്ങളിൽ കർത്തൃവയലിൽ അധ്വാനിക്കുന്നു. മൈസൂരിൽ സുവിശേഷ വേല ചെയ്യുന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ ബ്രദർ ഫ്രാൻസിസ് ഡേവിഡ് നമ്മോട് ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അന്ന് പഠിച്ച സൺഡേ സ്കൂളിൻ്റെ പേര് എബനേസർ സൺഡേ സ്കൂൾ എന്നാണ്. അനേക ടീച്ചേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ആ ടീച്ചേഴ്സിൽ നിന്ന് അനേക കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു. പല വർഷങ്ങൾ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ ഞാൻ ഹൈസ്കൂളിൽ ആകുന്നത് വരെ ഞാൻ ആ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലെ ഏറ്റവും വലിയ കുട്ടി ഞാനായി മാറി. അതുകൊണ്ടാണ് ഞാൻ സൺഡേ സ്കൂൾ നിർത്തിയത്. അവിസ്മരണീയമായ അനേക അനുഭവങ്ങൾ അവിടെ ഉണ്ട്. അന്നത്തെ പഠനം എൻ്റെ ആത്മീയ ജീവിതത്തിന് വളരെ പ്രചോദനമായിരുന്നു, ഉത്തേജനമായിരുന്നു. അതിൻ്റെ നന്മ ഇപ്പോഴും ഞാൻ ശുശ്രൂഷകളിൽ അനുഭവിക്കുന്നുണ്ട്. വർഷങ്ങൾ പിന്നെയും കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു. സാമൂഹിക വ്യതിയാനങ്ങൾ നിമിത്തം കുട്ടികൾ ഗണ്യമായി കുറഞ്ഞു വന്നു. ടീച്ചർമാരായ പലർക്കും പലവിധ അസൗകര്യങ്ങളും ശാരീരികമായ പ്രയാസങ്ങളും കാരണം സൺഡേ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാരമായി തീർന്നു. ഇനി എങ്ങനെ എന്ന ചോദ്യമുയർന്നപ്പോൾ ദൈവം ഒരു വഴി അവർക്ക് മുൻപിൽ തുറന്നു. അന്നത്തെ ഓർമ്മകൾ ബ്രദർ CJ മത്തായി നമ്മോട് പറയുന്നു. എരക്കക്കോട്ട സഭ വളരെ സജീവമായി സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ കാലയളവിൽ
ധാരാളം വിശ്വാസികൾ സഭാ ഹാളിൽ തിങ്ങി നിറഞ്ഞ് ഹാളിന് വെളിയിലൊക്കെ ഇരിക്കേണ്ടതാക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ആ സന്ദർഭങ്ങളിൽ അവിടെ നിന്ന് മാറിക്കൂടണം, കുറേ പേര് മാറിക്കൂടണം എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത പലരുടെയും ഹൃദയങ്ങളിൽ ഭരിക്കുകയുണ്ടായി. എന്നാൽ വളരെ നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്ന ആ സഭയിൽ നിന്ന് അങ്ങനെ മാറിപ്പോകുവാനായിട്ട് ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാനും പ്രിയ PC ജോർജ് കുട്ടി സഹോദരനും അതിൻ്റെ ഒരു നേതൃത്വം കൊടുക്കാം എന്ന ചിന്ത കടന്നു വരികയും അങ്ങനെ കിഴക്കേക്കോട്ട സഭയിലെ മൂപ്പന്മാരെ ഈ കാര്യം അറിയിക്കുകയും ചെയ്തു. അവരത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും അങ്ങനെ കുടിവരികയാണെങ്കിൽ അതിനനുയോജ്യമായ സ്ഥലം ചേലക്കോട്ടുകളാക്കുന്ന എബനേസർ സൺഡേ സ്കൂൾ കെട്ടിടമാണ് എന്ന ചിന്ത വരികയുണ്ടായി. കിഴക്കേക്കോട്ട സഭയുടെ സഹകരണത്തിൽ 1995 ജനുവരിയിൽ അവിടെ സഭാസാക്ഷ്യം ആരംഭിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ സഭ അവിടെ സ്ഥാപിതമായപ്പോൾ സഭയുടെ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ തുടരണം എന്നുള്ളതാക്കുന്ന ആഗ്രഹമുണ്ടാകുകയും അവിടെ അതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഉത്തരവാദിത്തപ്പെട്ട സഹോദരിമാർ ആ കാര്യത്തിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കുകയും തുടർന്നുള്ള നാളുകൾ സഭയുടെ ചുമതലയിൽ ആ സൺഡേ സ്കൂൾ നടന്നു വരികയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേലക്കോട്ടുകര സ്ഥലം സഭ എബനേസർ സൺഡേ സ്കൂളിനെ ഏറ്റെടുത്തതിനു ശേഷം CJ മത്തായി, MC ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഈ ശുശ്രൂഷ മുന്നോട്ടു പോയി. കുട്ടികളുടെ ഇടയിലെ സജീവ പ്രവർത്തകനും ചേലക്കോട്ടുകര സഭയിലെ മൂപ്പന്മാരിൽ ഒരാളുമായ MC ജോർജ് മാഷ് അവിടെ പഠിച്ച അനേക കുഞ്ഞുങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാനും ദൈവക്ഷത്ത് വരുവാനും സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് നിൽക്കുവാൻ തക്കണം ദൈവം ഈ സൺഡേ സ്കൂൾ പ്രവർത്തനം മൂലം ഇടവരുത്തി എന്നുള്ളതും വളരെ ചാരിതാർത്ഥ്യമുള്ള ഒരു വിഷയമാണ്. അതുമാത്രമല്ല, അവിടെ പഠിച്ച പലരും ഇന്ന് ഈ സൺഡേ സ്കൂളിൽ അധ്യാപകരായിരിക്കുന്നു എന്നുള്ളതും വളരെ അനുഗ്രഹത്തിന് കാരണമായ ഒരു വസ്തുതയാണ്. ഈ പ്രവർത്തനം വരുന്ന നാളുകളിൽ വളരെ അനുഗ്രഹമായി തന്നെ നടക്കുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ. സഹോദരന്മാരായ ND തോമസ്, ഗ്ലാഡ്സൺ മനോജ്, പ്രസാദ് ഡേവിഡ് തുടങ്ങിയവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ സൺഡേ സ്കൂളിൻ്റെ ചുമതല ദീർഘവർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. പിന്നീടുള്ള യുവ തലമുറ വന്നപ്പോൾ ഞാൻ ആ ശുശ്രൂഷ അവരെ ഭരമേൽപ്പിക്കുകയും ഞാൻ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്തു. ഈ സൺഡേ സ്കൂൾ ശുശ്രൂഷയ്ക്ക് ശേഷവും സൺഡേ സ്കൂൾ അധ്യാപകരുമായിട്ടും കുട്ടികളുമായിട്ടും ഊഷ്മള ബന്ധവും പ്രാർത്ഥന ബന്ധവും നിലനിർത്തുവാൻ സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തുടർന്നും കർത്താവിൻ്റെ വരവോളം ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏകദേശം 7 വർഷത്തോളം ഈ സൺഡേ സ്കൂളിൽ പഠിക്കുവാനായിട്ട് ദൈവമായ കർത്താവിനെ സഹായിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു 17 വർഷത്തോളം ഈ സൺഡേ സ്കൂളിൽ അധ്യാപകനായി കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് ദൈവമായ കർത്താവിനെ സഹായിച്ചു എന്നത് ദൈവനാമ മഹത്വത്തിനായിട്ട് ഇവിടെ പ്രസ്താവിക്കുകയാണ്. തുടർന്നും ഈ സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങളെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നും അനേകം കുഞ്ഞുങ്ങളെ രക്ഷയിലേക്ക് നയിക്കപ്പെടുവാനും അവരെ ദൈവവേലയ്ക്കായിട്ട് ഒരുക്കുവാനും അധ്യാപകരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എബനേസർ സൺഡേ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ നല്ല ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ സൺഡേ സ്കൂളിലൊരു അംഗമായി ദൈവവചനം പഠിക്കുവാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു മത്സരം എന്ന നിലയിലൊക്കെ ആയിരുന്നു അന്നത്തെ നാളുകളിൽ പഠിക്കാനായിട്ടിടയായത്. എന്നാൽ അന്ന് പഠിച്ചതായ ആത്മീക വചനങ്ങൾ ഇന്ന് എൻ്റെ ക്രിസ്തീയ ജീവിതത്തിന് ഏറെ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ആത്മീകമായി നിലനിൽക്കുവാനായിട്ടിടയാകുന്നതിൻ്റെ ഒരു ചേതോവികാരം എന്നുള്ളത് ഈ സൺഡേ സ്കൂളിലെ പഠനമായിരുന്നു എന്നുള്ളത് നിസ്സംശയം എനിക്ക് ഓർക്കുവാനായിട്ട് കഴിയും. ഈ ശുശ്രൂഷ തുടർന്നും നടത്തിക്കൊണ്ടു പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നുള്ള സഹോദരന്മാർക്ക് കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവനാമം ആ നിലയിലും മഹത്വപ്പെടുമാറാകട്ടെ. നീണ്ട 70 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും ഈ ദൗത്യം അനസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു എന്ന വചനം അന്വർത്ഥമാം വിധത്തിൽ അനുഗ്രഹത്തിൻ്റെ ദൈവീക കരങ്ങൾ അനുഭവിച്ചുകൊണ്ട് തുടരുന്നു. ഈ സൺഡേ സ്കൂളിൻ്റെ ഇന്നത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബ്രദർ സാബു സൈമൺ.
ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ 40ഓളം കുഞ്ഞുങ്ങൾ 8 ക്ലാസ്സുകളായി ഇവിടെ ദൈവവചനം അഭ്യസിക്കുന്നു. സഹോദരന്മാരായ സാംജെ മാത്യൂസ്, ഫിഡോ ജേക്കബ്, സാബു സൈമൺ എന്നിവരും സഹോദരിമാരായ ഏലിയാമ സാമുവൽ, സ്മിത ജെന്നിങ്സ്, നിസി ബിന്നി, ജോമോൾ വിൽസൺ, നിൻസി മാത്യു എന്നിവരും ക്ലാസ്സുകൾക്ക് നേതൃത്വം വഹിക്കുന്നു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്ന ഒരു ജനതയെ വാർത്തെടുക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ സൺഡേ സ്കൂൾ ചുമതല വഹിക്കുവാൻ ഓരോ തലമുറയിലും ഉറപ്പും ധൈര്യമുള്ളവർ എഴുന്നേൽക്കേണ്ടതിനും നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് സർവമഹത്വവും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഈ വലിയ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ പാതാരബിന്ദങ്ങളിൽ നന്ദി അർപ്പിക്കുന്നു. കർത്താവിനെന്ന പോലെ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ കർത്താവിൻ്റെ വരവോളം നിവർത്തിക്കുവാൻ ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് ഇനിയും ഈ ദൗത്യം തലമുറകൾക്ക് കൈമാറട്ടെ.